നമസ്കാരം. ഞാൻ ലക്ഷ്മി കാണത്ത്. പാർട്ടി നോക്കിയിട്ടല്ല, പറയുന്ന കാര്യത്തിലെ പ്രസക്തി നോക്കിയിട്ട് സമാജം മുഴുവനും ഏറ്റെടുക്കേണ്ടതല്ലേ ഈ MLA പറയുന്ന കാര്യം? ഒന്ന് കേട്ടു നോക്കൂ. ഈ പറഞ്ഞ സംഭവം കൊള്ളാം കേട്ടോ. ഇത് ജനപ്രതിനിധികൾ ആരായാലും അവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു നഷ്ടവുമില്ല, ഒരു വാക്ക് മാത്രം മതി. അത് ഏത് പാർട്ടിക്കാരനും ചെയ്യാം. ഇനിയിപ്പോ BJP-കാരൻ പറഞ്ഞു, അല്ലെങ്കിൽ BJP MLA പറഞ്ഞു, അതുകൊണ്ട് അതങ്ങ് ബഹിഷ്കരിക്കാം എന്നുള്ളതല്ല. സമൂഹത്തിന് നല്ല ഒരു നിർദ്ദേശമാണ്, അല്ലെങ്കിൽ സമൂഹത്തിന് നല്ല മെസ്സേജാണ് വി മുരളീധരൻ കൊടുത്തിരിക്കുന്നത്. അതായത് പൊന്നാടയൊക്കെ അണിയിക്കുന്നത് ഒക്കെ വേസ്റ്റാണ്. പൊന്നാടക്കൊക്കെ കൂടി വന്നു കഴിഞ്ഞാൽ 30 അല്ല 100 രൂപയൊക്കെ ആവുമായിരിക്കും. ഒരു 100 രൂപയുടെ പൊന്നാട അണിച്ച് ചിലതൊക്കെ ഇത്തിരി ക്വാളിറ്റി ഉള്ളത് മേടിക്കുകയാണെങ്കിൽ 500 രൂപയൊക്കെ ആയിരിക്കും. ഈ 500 രൂപയ്ക്ക് ബുക്കോ പേനയോ പെൻസിലോ ടർക്കിയോ തോർത്തോ അങ്ങനെയുള്ള എന്ത് സാധനങ്ങൾ വാങ്ങിക്കൊടുത്താലും അത് മറ്റൊരാൾക്ക് പ്രയോജനപ്പെടും. ആവശ്യമുള്ള ആർക്കെങ്കിലും അത് കൊടുക്കാം. ഈ പൊന്നാട മേടിച്ചു കഴിഞ്ഞാൽ ഇവരിടുന്ന പൊന്നാടയൊക്കെ വരുന്നത് അവരൊക്കെ എടുത്ത് കളയത്തേ ഉള്ളൂ. അപ്പം ഈ ഒരു നിർദ്ദേശം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എവിടൊക്കെ സമ്മേളനം നടക്കുന്നത് നിങ്ങൾ പൊന്നാട ഇടുന്നതിന് പകരം നിങ്ങൾ ഇന്നത് തരൂ എന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. അതൊരു നല്ല ഒരാശയമായിട്ട് തോന്നുന്നു. ഞാനതുകൊണ്ട് പൊന്നാടകൾ കാരണം ഈ പൊന്നാട പിന്നീട് ആർക്കും പേരില്ലാതെ പോകുന്ന ഒരു കാര്യം. ഞാനതുകൊണ്ട് എല്ലാവരോടും പറയുന്നത്, ഞാൻ എന്റെ ഓഫീസിൽ നിന്ന് അറിയിക്കുന്നതിൽ ഒരു വീഴ്ചയുണ്ടായി. കാരണം ഞാൻ എല്ലാവരോടും പറയാറ്, നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഒരു 10 നോട്ട്ബുക്ക് തരിക, അല്ലെങ്കിൽ ഒരു പേന തരിക, ഒരു ബോക്സ് പെൻസിൽ തരിക. അപ്പൊ എനിക്കത് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാം. സമൂഹത്തിന് തരുന്നത് എല്ലാ കാര്യങ്ങളും വളരെ വലിയൊരു സന്ദേശമാണ്. ഈ സ്കൂൾ വിദ്യാലയം തുടങ്ങുന്നതിന് മുമ്പ് സാറിന്റെ ഇതുവരെ മറ്റുള്ള സാരി പറഞ്ഞ കാര്യങ്ങളൊക്കെ സമൂഹം കയ്യടികളോടുകൂടി ഏറ്റെടുത്ത ഈ സന്ദേശം എല്ലാവർക്കും ബാധകമാണ്.